ക്ക് സ്വാഗതം. ഇതാ നമ്മളിന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു അച്ചാറുണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പഴം മുറിച്ചെടുക്കണം. തോലെ കളഞ്ഞിട്ട് പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരുപാട് ചെറുത് വേണ്ട, മുറിച്ചെടുക്കണം. ഇതേമാതിരി ഒരുപാട് ചെറുതും വേണ്ട, ഒരുപാട് വലുതും വേണം. നടുക് മുറിച്ച് നാലാ പൊളിച്ചിട്ട് കഷ്ണാക്കിയാൽ മതി. അപ്പോൾ ഇതേമാതിരി മുറിച്ചെടുക്കുക നേന്ത്രപ്പഴത്തിനെ. അപ്പോൾ അടുപ്പ് കത്തിക്കാം. നമുക്ക് എന്തൊക്കെ വേണ്ടുന്ന വേറെ നോക്കാം. നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണ്. ബിരിയാണിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, സാദാ ചോറിൻ്റെ കൂടെ കുട്ടികൾക്ക് വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. ആദ്യം തന്നെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിക്കുന്നത് അച്ചാറിന് പ്രധാനം നല്ലെണ്ണയാണ്. കുറച്ച് വേണം. ഏത് അച്ചാറിനായാലും കുറച്ച് എണ്ണ അധികം വേണം, എല്ലാ അച്ചാറിനും. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാവട്ടെ. കായം മുറിച്ചെടുത്താണ് നമുക്ക് ഒന്ന് വറുത്തെടുക്കുന്നതിന്. ആദ്യം ഉലുവയും കടുകും വറുത്ത് വെച്ചിട്ടുണ്ട്, ആദ്യം ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ കായം കുറച്ച് കമ്മിയാണ്. പൊടി വേണമെങ്കിൽ പൊടി ഇടാം. ഞാൻ കുറച്ച് വറുത്ത് വയ്ക്കട്ടെ. ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുകും 1 സ്പൂണ് ഉലുവയും രണ്ടും കൂടി നല്ല ഒന്ന് ചൂടാക്കി എടുത്താണ്, വറുത്തെടുത്താണ്. ഇത്ര വേണ്ട, അതിന് പകുതി ഇടുള്ളൂ, ഒന്നേ ഇടുള്ളൂ. നമുക്ക് മാറ്റി വയ്ക്കാം, ചൂടാറട്ടെ. അതിനുശേഷം പൊടിക്കുള്ളൂ. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇടാം. കടുക് വേണമെങ്കിൽ ലേശടാം. ഞാൻ കടുക് ഇറക്കി ഇടുള്ളൂ. കടുക് ഇടണം നിർബന്ധമൊന്നുമില്ല. 2 മണി കടുക്, ഇഞ്ചി 2 സ്പൂണ്, വെളുത്തുള്ളി 2 സ്പൂണ്, 2 സ്പൂൺ ഇടുന്നുണ്ട്. നല്ല കളറൊക്കെ മാറി മുരിഞ്ഞ് വരണം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഉണ്ട്. 1/2 കിലോ പഴം അങ്ങനെയാണ് എടുത്തിട്ട് കണക്ക്. അതിൻ്റെ അപ്പോൾ നമ്മുടെ സ്വന്തം വേപ്പില. ഇതൊന്ന് ആയ ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുപ്പിൽ ആഫാക്കിയിട്ട് ഇടണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി കരിക്കുള്ളൂ. അടുപ്പ് ആഫാക്കി മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 2 സ്പൂണ് മുളക് പൊടി, 2-3 സ്പൂണൊക്കെ ഇടാം. ഇളക്കി കൊടുക്കാം. അടുപ്പ് ഓഫാക്കി ഇറക്കുകയാണ്. കരിയാൻ പാടില്ലല്ലോ. നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. 1/2 കിലോ പഴമുണ്ട്. നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ല ഇളക്കണം. ഉപ്പിട്ട് കൊടുക്കാൻ പാകത്തിന് ഇട്ടുകൊണ്ട് കുറച്ച് പാകത്തിന്. കല്ലുപ്പാട്ടുന്നത് 1 ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ് വിനാഗിരിയും കൂടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരണം. പഴത്തിൻ്റെ ഉള്ളിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് കുറുകി വരാണ്ട് 5 മിനിറ്റോളം ഒന്ന് തിളച്ച് കുറുകി വരണം. നമ്മുടെ പൊടിച്ച് വെച്ച ഉലുവ, കടുക്, കായം 3 കൂടി ഇതിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ചതാണ്. 1 സ്പൂണേ ഉള്ളൂ. ചെറിയ സ്പൂണിന് 1 സ്പൂണ് ശർക്കരപ്പൊടി, 1 സ്പൂണ് ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.